നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ വീഡിയോസ് കണ്ടുപോകുന്ന 81% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ദയവായിട്ടൊന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം 100K സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു അച്ചീവ്മെൻറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സഹകരിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിട്ടുണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ആയിരിക്കും പലരും ആഗ്രഹിക്കുന്നത്. എന്നാൽ എല്ലാവരോടും പറയുകയാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ജംഷഡ്പൂർ എഫ്സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതിൻ്റെ മാച്ച് റിസൾട്ട് സൂപ്പർ കപ്പ് ഒഫീഷ്യലായിട്ട് അറിയിക്കുമ്പോൾ അതിനടിയിലെ ക്യാപ്ഷൻ ഇൻസ്റ്റയിലെ പോസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ജംഷഡ്പൂർ എഫ്സി ഫസ്റ്റ് ടു മേക്ക് ദ സെമി ഫൈനൽസ് കപ്പ് ആഫ്റ്റർ എ കട്ട് ആൻഡ് എ ത്രസ്റ്റ് ബാറ്റിൽ വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ്. അതായത് സെമി ഫൈനലിലേക്ക് ജംഷഡ്പൂർ എഫ്സി പ്രവേശിച്ചതായിട്ട് ഒഫീഷ്യലായിട്ട് തന്നെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഒരു മത്സരമുണ്ട്, പക്ഷേ അതിൽ വിജയിച്ചത് കൊണ്ടോ സമനില ആയതുകൊണ്ടോ ഒന്നും തന്നെ ബ്ലാസ്റ്റേഴ്സിന് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി പെനാൽറ്റിയിലൂടെ ഇരട്ട ഗോളുകൾ സ്വന്തമാക്കിയപ്പോൾ ചീമ ഇരട്ട ഗോളുകൾ ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി സ്വന്തമാക്കി. അതുപോലെ മാൻസറോ ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി ഒരു ഗോൾ പെനാൽറ്റിയിലൂടെ സ്വന്തമാക്കി. ഇവിടെ അവസാനിക്കാണ്. നന്ദി.